മേടിക്കാൻ പോണേ. അപ്പൊ അതിനുള്ള വീഡിയോ ഉണ്ടാ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ഉണ്ടോ ആട് മേടിക്കാൻ വന്ന സ്ഥലം. അപ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഫുള്ള് പാടങ്ങൾ സംഭവങ്ങൾ കണ്ട പ്രകൃതി രമണീയമായ സ്ഥലം. പഞ്ചാബിൻ്റെ വീട്. ഇപ്പോൾ എത്ര മാസമായിരുന്നത്? 14 മാസം. എന്നുകൊണ്ട് പോകുന്നത് പേടി. ഇത് ബീറ്റിലാടാ. ഇതിന്റെ ഏകദേശം ഒരു 3 മാസമല്ലേ? 14 മാസം പ്രായമുള്ളൊരു ആടാണിത്. ഇതിന്റെ മെയിൻ ഇതിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പഞ്ചാബാണ് കേട്ടോ. ഇത് കുട്ടിയാണ്, 14 മാസമായ കുട്ടിയാണ്. ഇതിന്റെ തീറ്റ എങ്ങനെയാണ്? നടന്നില്ല. എപ്പോഴെങ്കിലും തീറ്റ ടൈമൊക്കെ രാവിലെ വൈകിട്ട് തീറ്റപ്പുല്ല്, പിന്നെ പ്ലാവില, കഴിഞ്ഞിച്ചപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അല്ല, ഇതിനേക്കാൾ ഇതിൻ്റെ മെയിൻ തീറ്റാണ് സംഭവം. അപ്പോൾ ഇണങ്ങിക്കഴിഞ്ഞാൽ ഇത് ആൾ ഉഷാറാണ്. പിന്നെ കൈത്തീറ്റ ഉണ്ട് കേട്ടോ. കൈത്തീറ്റ എന്താ കൊടുക്കാം? കടലപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, അങ്ങനെയൊക്കെ അല്ലേ? പല്ലറ്റ്, ചോളത്തോട്, കടലത്തോണ്ട്, പിന്നെ മുട്ട. ഇത് പേരില്ലേ? കുട്ടിയാണ്, 6 മാസം. ഇത് ജമിയപ്പേരിൽ എത്തിപ്പെട്ട ആടാട്ടാ. ഇതൊരു 6 മാസം പ്രായമായ ആടാണ്. ഇതിന്റെ മെയിൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. ഇതിന് ഏകദേശം ഈ ആട് ബീറ്റലിന് കൊടുക്കണല്ലേ അതേ തീറ്റ തന്നെ കേട്ടോ ഇതിന് കൊടുക്കണേ. ഇതിന്റെ പ്രത്യേകത അല്ലേ, ജമിയപ്പേരിന്റെ പ്രത്യേകത പറഞ്ഞാലേ ഇതിന്റെ ഈ ചെവിയില്ലേ, ചെവി നല്ല നീളം ഉണ്ടാവും. പിന്നെ മുഖം തന്നെ കാണാനൊരു ഭയങ്കര ലുക്കാണ്. ഈ മൂക്കൊക്കെ ഒരു വളഞ്ഞിട്ട് ഒരു പ്രത്യേക ലുക്കാണ് കാണാൻ. കുട്ടികളല്ലേ? ഇത് ഏകദേശം എത്ര മാസമായതാണ് ഈ കുട്ടി? ഈ കുട്ടി ഒരു 1-2 മാസമാണ്. 2 മാസം. 2 മാസമായ കുട്ടിയാണ് ജമിനിയപ്പേരിൻ്റെ തന്നെ. ഇത് ജമിനിയപ്പേരിൻ്റെ ക്രോസ് ആണ്. 2 മാസം പ്രായമുള്ളതാണ്. ഇത് ഒറിജിനൽ ജമിനിയപ്പേരാട്ടാ. ഇത് ഏകദേശം കുട്ടികളാണ്ടാ. നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെയൊക്കെ കുട്ടികളാണിത്. കൂടുണ്ടാക്കിയ നല്ലൊരു സെറ്റപ്പിലാട്ടോ കൂടൊക്കെ ഉണ്ടാക്കിയത്. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൂടൊക്കെ സെറ്റ് ചെയ്തിരിക്കണത്. അതാ കൂട് കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇതിൽ നമ്മുടെ സാധാ നാടൻ ആടുണ്ട്, പിന്നെ ജമിനിയപ്പേരുണ്ട്. ഇതാണ് നമ്മുടെ ഒറിജിനൽ നാടനാട്. ഇത് ഒറിജിനൽ നാടനാട്. ഇത് ഒറിജിനൽ ജമിനിയപ്പേരാട്ടാ. ഈ കിടക്കുന്നത് ഇത് പെണ്ണാണ്. ഇത് മലബാർ. ഈ വെള്ള മലബാരി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ കുഞ്ഞ് സിരോഹിൻ്റെ ക്രോസാണ്. മലബാർ സിരോഹി ക്രോസ്. ഈ ചാര കളറുള്ള മലബാർ സിരോഹി എന്നൊരു വിഭാഗമുണ്ട്. അതിൻ്റെ ക്രോസ് കേട്ടോ ഈ ആടുകൾ. ക്രോസ്. ഇത് ഷേറ ബീറ്റിൽ. ഈ ആട് ഷേറ ബീറ്റിൽ എന്ന് പറയും. ബ്ലാക്ക് വീറ്റിൻ്റെ വേറൊരു ഇനാണ് കേട്ടത്. അത് ഹൈദരാബാദി ക്രോസ്. ഈ ആട് ഹൈദരാബാദി ക്രോസ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്.
ഇതിൻ്റെ ചെവി എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കുള്ള ചെവിയാണ്. പിന്നെ ഇതിൻ്റെ കണ്ണ് ഒരു കണ്ണ, ഇത് വെള്ളി കളർ കണ്ണാണ് ഇതിൻ്റെ. അതാണ് ഈ ആടിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആടിനെ ഇടണ്ടാ. ഇത് ജെമിനി പേരിൻ്റെ ക്രോസാണ്, മലബാരി ജെമിനി പേര് പറയല്ലേ അതാട്ടോ. ഈ കൂടുതൽ മൊത്തത്തിൽ കുറേ ആടുകളുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഇറക്കിയ ബീറ്റിൻ്റെ ആട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുള്ള സാധനമാണ് ഇത്. മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇറക്കില്ലേ 110 കിലോൻ്റെ ജെമിനി പേര് എന്നല്ലേ അതാട്ടത്. ഈ ജെമിനി പേരിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ജെമിനി പേര് ഒന്നാം ക്രോസാണ്. പിന്നെ ഈ ജെമിനി പേരിൽ ഏകദേശം 2.5 ലിറ്ററിൻ്റെ അടുത്ത് പാല് തരും. അപ്പോൾ ഇവിടെ ഉള്ള ആടുകൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പാല് തരുന്നൊരു ആട് ഈ ഇതാട്ടോ. ഈ ജെമിനി പേര് എന്ന് പറഞ്ഞാൽ മലബാരി ക്രോസാണ്. മലബാരി ക്രോസ് ആടാ കേട്ടോ. അതിന് ചെവിയൊക്കെ ഉണ്ടോ? ആ, ഇതിപ്പോൾ ഏകദേശം ഒരു 3 പ്രസവം കഴിഞ്ഞ ആടാണ്. ഇത് മലബാരി ക്രോസ് ഉണ്ടോ. ഇത് കുറച്ച് ഈ ആടിൻ്റെ പ്രത്യേകിച്ച് കുറച്ച് നീളം കൂടുതലാണ് ഈ ആടിന്. മലബാരി ജമുനാപ്പാരി ക്രോസ് ആണ് ഈ ആട്. ആടിനെ രണ്ടാൾ പിടിച്ച കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് അഗ്രസീവ് ആടാണ്, കുറച്ച് അക്രമാസക്തിയുള്ള ആടാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഇപ്പോൾ ലൈവ് വെയിറ്റ് 110 കിലോ വെയിറ്റ് ഉണ്ട് ഈ ആടിന്. ഇത് ഉത്തർപ്രദേശിലാണ് കൊണ്ടുവന്നത് ഈ ആട്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 3 വയസ്സായിട്ടുണ്ട്. ഏകദേശം ഒരു 3 വയസ്സായിട്ടുണ്ട് ഈ ആടിന്. ഇതിൻ്റെ ചുറ്റി കാണിച്ചത് ഇതിൻ്റെ ബാക്കൊക്കെ നല്ല ഹെയർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ജസ്റ്റ് വെട്ടി കളഞ്ഞാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് വരലുണ്ട്. ഏകദേശം ഇപ്പോൾ 110-115 കിലോൻ്റെ ഉള്ളിലുണ്ട് ഈ ആട്. അപ്പോൾ ഇതിൻ്റെ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഇതിന് മുമ്പ് കാണിച്ചില്ലേ ആ തീറ്റ തന്നെയാണ് ഇതിനെ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് പ്രത്യേകിച്ച് വേറെ തീറ്റ ഒന്നുമില്ല. ഇത് വെയിറ്റ് ആക്കി ഹൈറ്റ് കഴിഞ്ഞ് ഇത് ഈ ഹൈറ്റിന് ഉണ്ടാവുള്ളൂ കേട്ടോ. വെയിറ്റ് കൂടും, ഹൈറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ സൗണ്ടൊക്കെ ഒരു വെറൈറ്റി സൗണ്ട് കേട്ടോ. 42 ഇഞ്ച് ഹൈറ്റ്. ആ 42 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഇതിലൊക്കെ മെരിക്കണി കണ്ടളഞ്ഞ വേണ്ട, ഒരാളെ കൊണ്ട് നടക്കൂല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുണ്ട്, ആൾക്ക് ഒറ്റയ്ക്ക് പറ്റും. നമുക്കാണ് 2 ആൾ കാണുന്നത്. ഏകദേശം ഒരു പശുവിന് അത്ര ഹൈറ്റ് ഉണ്ട്, ചെറിയ കുട്ടി പശുവിന് അത്ര ഹൈറ്റ് ഉണ്ട്. കൊണ്ടുവന്നാട്ടാ ഞാൻ അത് കൂട്ടി കയറ്റി. നേരത്തെ കണ്ടില്ലേ ജമുനാപ്പാരി 110 വലിയ സാധനം.